ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 9 അധ്യായം 24 മുതൽ ഉള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കായിക മത്സരങ്ങളെക്കുറിച്ച് നല്ല അറിവും അതിൽ പങ്കെടുത്തുള്ള ശീലവും കൊരിന്തിലെ ഒട്ടുമുക്കാലും ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരോട്ടക്കാരൻ ഓട്ടമോടി ജയിക്കുന്നതിന് മുമ്പ് കഠിനമായ പരിശീലനത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവതരിപ്പിച്ച ശേഷം ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഈ ഓട്ടക്കാരനെ പോലെ ക്രിസ്തീയ ജീവിതം ഓടിത്തീർക്കണം എന്നുള്ള പ്രബോധനമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഓട്ടക്കാരും, ധാരാളം ഓട്ടക്കാരുണ്ടാവും. അവരെല്ലാവരും ഓടുന്നുണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമേ സമ്മാനം ലഭിക്കുന്നുള്ളൂ എന്ന അറിവ് എല്ലാവർക്കുമുണ്ട്. ഓരോരുത്തരും ഓടുന്നത് എനിക്ക് സമ്മാനം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളും സമ്മാനം നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം ഓടുവാൻ. അതുമാത്രമല്ല, അനേകർ ഓടുന്നു, ഒരാൾ ജയിക്കുന്നു, അയാൾക്ക് സമ്മാനം ലഭിക്കുന്നു. ജയിച്ച വ്യക്തി കർശനമായ നിയന്ത്രണത്തിലൂടെ പരിശീലനം സിദ്ധിച്ച വ്യക്തിയായിരിക്കും. ആ വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് വില ആ ഓട്ടക്കാരൻ കൊടുത്തിട്ടുണ്ടാവും. വെറുതെ കയറി ഓടി ജയിച്ച ഒരനുഭവം ജയം പ്രാപിച്ച ഓട്ടക്കാർക്കില്ല. ആർക്കും അങ്ങനെ ഓടി ജയിക്കുവാൻ സാധിക്കത്തില്ല. സമ്മാനം നേടണമെങ്കിൽ കർശനമായ കഠിനമായ ചിട്ടകളിലൂടെ പരിശീലനത്തിലൂടെ ഓടുന്ന വ്യക്തികൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കർശന നിയന്ത്രണത്തിലൂടെ പരിശീലനം നേടുന്നു. 25-ാമത്തെ വാക്യത്തിലാണ്. അതെല്ലാം വാടിപ്പോകുന്ന ഒരു കിരീടത്തിനു വേണ്ടിയാണ് അവരുടെ ശരീരത്തെ കഠിനമായ കർശനമായ പരിശീലനത്തിന് അവർ വിധേയരാക്കുന്നത്. ഈ കാര്യം ഓർപ്പിച്ചിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നാമോ വാടിപ്പോകാത്ത ഒരു കിരീടത്തിനു വേണ്ടിയാണ് ഓടുന്നത്. അതുകൊണ്ട് എൻ്റെ ഓട്ടം ലക്ഷ്യമില്ലാത്ത ആളിൻ്റെ ഓട്ടം പോലെ അല്ല എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഈ ചിന്ത നാം എല്ലാവരും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അലക്ഷ്യമായി അലസമായി ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവർ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. കാരണം കർശനമായ പരിശീലനത്തിലൂടെയും കഠിനമായ ചിട്ടകളിലൂടെയും, ചുരുക്കി പറഞ്ഞാൽ സ്വയം പരിശീലിക്കുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ വളർന്ന് ആത്മാവിൽ പക്വതയുള്ളവരായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സഭയ്ക്ക് നൽകുന്നത്. നാം ഓരോരുത്തരും ഈ വചനം വളരെ ധ്യാനിക്കേണ്ട വചനമാണ്. നമ്മളിൽ എത്ര പേർ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കഠിനമായ കർശനമായ പരിശീലനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇത്തരുണത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഏതെങ്കിലും രീതിയിൽ ഞാൻ അയോഗ്യനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കഷ്ടതയിലൂടെ കടത്തിവിട്ട് നിയന്ത്രണ വിധേയമാക്കുന്നു. എൻ്റെ കണ്ണിനെ ഞാൻ നിയന്ത്രിക്കുന്നു, എൻ്റെ അധരങ്ങളെ ഞാൻ നിയന്ത്രിക്കുന്നു, എൻ്റെ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഞാൻ നിയന്ത്രിച്ച് എൻ്റെ അധീനതയിലാക്കുന്നു. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തനിക്കുണ്ട് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ. നാം ദൈവത്തെ ആരാധിച്ചിട്ടും പരസ്യമായി കർത്താവിനെ സാക്ഷിച്ചിട്ടും സുവിശേഷ വേല ചെയ്തിട്ടും കൊള്ളരുതാത്തവരായി തീർന്നാൽ
നമ്മുടെ അധ്വാനം കൊണ്ട് എന്താണ് പ്രയോജനം? പ്രസംഗത്തോടൊപ്പം തന്നെ ആത്മനിയന്ത്രണം നമ്മൾ പരിശീലിച്ചെടുക്കണം എന്ന് വചനം കർശനമായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാവിനെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി ആത്മീയനാണെന്ന് എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും? കണ്ണിനോട് ഉടമ്പടി ചെയ്യാത്ത, കണ്ണുമായിട്ട് നിയമം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയും? ഇതുപോലെ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ മനസ്സിൽ ഉയർന്നു പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും പിടിച്ചടക്കുന്ന, അതിൻ്റെ മേൽ ജയം പ്രാപിക്കുന്ന ഒരു ആത്മീയ ജീവിതം, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരോട്ടക്കാരൻ ഓടി ജയിച്ച് സമ്മാനം നേടുന്നതിൻ്റെ പിന്നിൽ കർശനമായ പരിശീലനത്തിന് താൻ വിധേയപ്പെടുന്നു. തൻ്റെ സമയം, ആരോഗ്യം എല്ലാം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. നമ്മളിൽ എത്ര പേർ കർശനമായ ആത്മീക ആരോഗ്യം നിലനിർത്തേണ്ടതിനായി, വിരുദ് പ്രാപിക്കേണ്ടതിനായി കർശനമായ ശിക്ഷണത്തിലൂടെ കടന്നു പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളത് ഈ വചനത്തിന് മുമ്പിൽ ശോധന ചെയ്തുകൊള്ളുക. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനപ്രകാരം പൂർണ്ണ വിധേയത്വത്തോടെ, അച്ചടക്കത്തോടെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ജീവിപ്പാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും